Hello friends, welcome to Chippy Jyotish Talks. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വാട്ട് ഈസ് റിക്രൂട്ട്മെന്റ് ആൻഡ് വാട്ട് ആർ ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്നതിനെ പറ്റിയാണ്. വൈൽ വി ആർ എ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണെങ്കിൽ പോലും നമുക്ക് എപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേമാണ് ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നമ്മളൊരു ന്യൂ ഇന്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിലും വർക്കിംഗ് ചെയ്യുന്ന ഇൻസൈഡ് ദ കമ്പനി ആണെങ്കിൽ പോലും വാട്ട് ഈസ് റിക്രൂട്ട്മെന്റ് ആൻഡ് വാട്ട് ആർ ദ പ്രോസസ് ഫെമിലിയർ ആണ്. പക്ഷേ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു പക്ഷെ അറിയാമായിരിക്കാം, അറിയാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ടേം ആൻഡ് പ്രോസസ്സിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് ഗോ ടു ദ ടോപ്പിക്. Recruitment is act as a link between those who have the job and those who are seeking the job. ജോബ് നോക്കുന്ന ഒരാളിനും അതേപോലെ തന്നെ ഒരു എംപ്ലോയറിനും ഇടയിൽ ഉള്ള ഒരു ബ്രിഡ്ജായിട്ട് ഈ റിക്രൂട്ട്മെന്റ് ആക്ട് ചെയ്യുന്നു എന്ന് നമുക്കിതിനെ പറയാൻ പറ്റും. ആൻഡ് ഓൾസോ റിക്രൂട്ട്മെന്റിന്റെ മറ്റൊരു സിംപ്ലസ്റ്റ് മീനിങ് ആണ് റിക്രൂട്ട്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ദ ജോബ് വേക്കൻസി ആൻഡ് അനലൈസിങ് ഇറ്റ്സ് റിക്വയർമെന്റ്സ് ആൻഡ് റിവ്യൂവിംഗ് ദ ആപ്ലിക്കേഷൻസ്, സ്ക്രീനിങ്, ഷോർട്ട് ലിസ്റ്റിംഗ് ആൻഡ് സെലക്ടിംഗ് ദ കാൻഡിഡേറ്റ്. ഇങ്ങനെ നമുക്ക് റിക്രൂട്ട്മെന്റിനെ പറയാം. നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു വേക്കൻസി വന്നു കഴിയുമ്പോൾ ആ വേക്കൻസി ആദ്യം ആ ജോബ് വേക്കൻസി നമ്മൾ പഠിക്കും. അതിനുശേഷം അതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കും. അതിനുശേഷം ഡെഫിനറ്റ്ലി വി വിൽ ഗെറ്റ് ആപ്ലിക്കേഷൻസ്. ആ ആപ്ലിക്കേഷൻസ് നമ്മൾ കംപ്ലീറ്റ്ലി റിവ്യൂ ചെയ്യും, അതിൽ സ്ക്രീൻ ചെയ്യും, അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഫൈനലി വി വിൽ ചൂസ് എ കാൻഡിഡേറ്റ്. ഇനി നമുക്ക് റിക്രൂട്ട്മെന്റിനെ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സോഴ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് ഓർ candidates, those who have the good attitude and abilities and qualifications which is required to fill the objects of the organization. അങ്ങനെ നമുക്കിതിനെ പറയാം. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്ട്സ് ആൻഡ് പർപ്പസ് ആൻഡ് ഗോൾസ് എന്തൊക്കെയാണോ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എബിലിറ്റീസും ആറ്റിറ്റ്യൂഡ്സും ക്വാളിഫിക്കേഷൻസ് ആൻഡ് എക്സ്പീരിയൻസസ് ഉള്ള കുറേ കാൻഡിഡേറ്റ്സിൻ്റെ ഒരു സോഴ്സ് ആണ് റിക്രൂട്ട്മെൻറ്റ് എന്നും നമുക്കിതിനെ പറയാം. ഓക്കെ, ആൻഡ് ആസ് വി ഓൾ നോ ദാറ്റ് ആസ് പെർ എഡ്വിൻ ബി ഫ്ലിപ്പോ നമുക്ക് എന്താണ് അദ്ദേഹം റിക്രൂട്ട്മെന്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതൊന്ന് കാണാം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദ പ്രോസസ് ഓർ സ്റ്റെപ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിന്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്? സിംപ്ലസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു 7 സ്റ്റെപ്സിലൂടെ നമുക്ക് ഈ പറയുന്ന പ്രോസസ്സിനെ ഒന്ന് നോക്കാം. The first step is recruitment planning. As we all know, what is planning? Deciding in advance. നേരത്തെ കൂട്ടി ഡിസൈഡ് ചെയ്യുന്നതാണ് പ്ലാനിങ്. പ്ലാനിങ് പോലെ തന്നെ നമ്പർ, ടൈപ്പ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ ടു ഫിൽ ദ പൊസിഷൻ. ഹൗ മെനി കാൻഡിഡേറ്റ്സ് റിക്വയർഡ് ടു ഫിൽ ദ പർട്ടിക്കുലർ പൊസിഷൻ എന്ന് പറയുന്നതാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങിൽ നമ്മൾ പറയുന്നത്. എന്തോരം ആളുകൾ അതിൽ വേണം, ഏത് ടൈപ്പ് ഓഫ് ആളുകൾ, ഏത് ടൈപ്പ് ഓഫ് കാൻഡിഡേറ്റ്സ് ആണ് ആ പൊസിഷൻ ഫിൽ ചെയ്യാൻ വേണ്ടത്, ആൻഡ് അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഓൾറൈറ്റ്, ഈ നമ്പേഴ്സ് ആസ് വി നോ നമ്മൾ കൗണ്ട് ചെയ്യും ഇപ്പോൾ ഒരു പൊസിഷൻ ഫിൽ ചെയ്യാൻ എത്ര ആളുകൾ വേണം എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ടൈപ്പ്. ടൈപ്പിൽ പറയുന്നത് വാട്ട് ഷുഡ് ബി ദെയർ ക്വാളിഫിക്കേഷൻസ് ആൻഡ് എക്സ്പീരിയൻസസ്. അവരുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, അവരുടെ എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം. ടൈപ്പ് ഓഫ് എംപ്ലോയീസ് ഇൻഡിക്കേറ്റ്സ് ദെയർ ക്വാളിഫിക്കേഷൻ ആൻഡ് ദെയർ എക്സ്പീരിയൻസസ്. അതാണ് ടൈപ്പ് ഓഫ് എംപ്ലോയീസിൽ പറയുന്നത്. അവർ എത്രമാത്രം ക്വാളിഫൈഡ് ആയിരിക്കണം ആൻഡ് അവർക്ക് എത്രമാത്രം എക്സ്പീരിയൻസ് വേണം ടു ഫിൽ ദ പർട്ടിക്കുലർ പൊസിഷൻ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോബ് ഡിസ്ക്രിപ്ഷൻ മീൻസ് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ദ കമ്പനി എക്സ്പെക്ട്സ് ഫ്രം ദ എംപ്ലോയി ടു പെർഫോം. കമ്പനി ചൂസ് ചെയ്യുന്ന ആ ആളിൽ നിന്ന്, ആ എംപ്ലോയി അല്ലെങ്കിൽ കാൻഡിഡേറ്റിൽ നിന്ന് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്ന അയാളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത്. അവർ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് സ്ട്രാറ്റജി ഡെവലപ്മെന്റ്. ഇതായത് നമ്മുടെ റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജി നമ്മളിവിടെ ഡിസൈഡ് ചെയ്യുകയാണ് സ്ട്രാറ്റജി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഹൗ യു പ്ലാൻ ടു ചൂസ് എൻ എംപ്ലോയി ഓർ ചൂസ് ദ കാൻഡിഡേറ്റ്. നമ്മൾ എങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ കണ്ടുപിടിക്കാൻ, നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുന്നു, എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് സ്ട്രാറ്റജി ഡെവലപ്മെന്റിൽ പറയുന്നത്. ഓക്കെ, ഇൻ ദ സ്ട്രാറ്റജി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ സ്റ്റേജിൽ നമുക്കിതിനെ ഡിഫറെൻറ്റ് രീതിയിൽ കാൻഡിഡേറ്റ്സിനെ സോഴ്സ് ചെയ്യാൻ പറ്റും. At this stage, we can assign our any recruitment officer, talent acquisition, hiring managers in the department. നമ്മുടെ കമ്പനിക്ക് ഉള്ളിലുള്ള സ്റ്റാഫിനോട് നമുക്ക് അസൈൻ ചെയ്യാം ടു ഫൈൻഡ് എ കാൻഡിഡേറ്റ് ഫോർ ദിസ് പൊസിഷൻ. അങ്ങനെ നമുക്കൊരു സോഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് യു മൈറ്റ് യൂസ് എ കോമ്പിനേഷൻ മെത്തേഡ്സ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ്. പല രീതിയിൽ നമുക്ക് അഡ്വർടൈസ് ചെയ്യാം. ലൈക്ക് കോളേജ് ക്യാമ്പസ് ചെയ്യാം, ഓൺലൈൻ ഓരോ വെബ്സൈറ്റ്സിൽ പോസ്റ്റ് ചെയ്യാം, ആൻഡ് ക്യാമ്പസ് ഇൻ്റർവ്യൂസ് നടത്താം, ജോബ് ഫെയർസ് നടത്താം.
ഇങ്ങനെയുള്ള വഴിയിലൂടെയും നമുക്ക് റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാം. So the third step is search. Once you have strategized and once you built a plan, you can actively seeking for the candidates. നമ്മൾ ഒരു സ്ട്രാറ്റജി എല്ലാം ഡെവലപ്പ് ചെയ്തു, അതായത് എങ്ങനെ അഡ്വർടൈസ് ചെയ്യണം, കമ്പനിയുടെ ഉള്ളിലുള്ള ആളോട് പറയണോ അതോ പുറത്തുനിന്ന് സോഴ്സ് ചെയ്യണോ, എന്തെങ്കിലും ഏജൻസീസിനോ റിക്രൂട്ടേഴ്സിനോ കൊടുക്കണോ, അതൊക്കെ സെറ്റാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ ആളുകളെ സെർച്ച് ചെയ്യാൻ തുടങ്ങും, കാൻഡിഡേറ്റ്സിനെ സെർച്ച് ചെയ്യാൻ തുടങ്ങും. അതിൽ നമുക്ക് 2 സോഴ്സസ് ആണ് ഉള്ളത്, മെയിൻ, ഇന്റേണൽ, എക്സ്റ്റേണൽ. ഇങ്ങനെ 2 മെയിൻ സോഴ്സസ് ആണ് ഉള്ളത്, ഇന്റേണൽ സോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ്. ഇന്റേണൽ സോഴ്സസ് മീൻസ് നമുക്ക് കമ്പനിയുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, അതായത് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെയോ അല്ലെങ്കിൽ റിസൈൻ ആയി പോയിട്ടുള്ള എംപ്ലോയീസിനെയോ ഒക്കെ നമുക്ക് കോൺടാക്ട് ചെയ്ത് സോഴ്സ് ചെയ്യുന്നതാണ് ഇന്റേണൽ സോഴ്സ്. ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സെർച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പനിക്ക് പുറത്ത് നിന്നുള്ള ആളുകളെ കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് എക്സ്റ്റേണൽ സോഴ്സസ്. ലൈക്ക് അതിനിപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് നമുക്ക് കോൺടാക്ട് ചെയ്യാം, ആൻഡ് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്സ് വയ്ക്കാം, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്സ് പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് വയ്ക്കാം, ജോബ് ഫെയർസ് കണ്ടക്ട് ചെയ്യാം. ഇതൊക്കെയാണ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് സോഴ്സസ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, our fourth step is screening. It's a process of screening the applications, the resumes and the cover letters, and separating the unqualified profiles. നമുക്ക് ക്വാളിഫൈഡ് അല്ലാത്ത പ്രൊഫൈൽസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഇതൊരു ക്ലീൻ ആൻഡ് ക്ലിയർ പ്രോസസ്സാണ്. നമ്മൾക്ക് ഈ പറയുന്ന പല പല പ്രോസസ്സിലൂടെ, നമ്മൾ ഡെവലപ്പ് ചെയ്ത സ്ട്രാറ്റജിയിലൂടെ, നമ്മൾ സെർച്ച് ചെയ്ത ഡിഫറെൻറ്റ് സോഴ്സസിലൂടെ നമ്മളുടെ കയ്യിൽ CVസും ആപ്ലിക്കേഷൻസും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേണ്ടാത്തതിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് നമുക്ക് വേണ്ടതിനെ എടുത്ത് വെച്ചിട്ട് ഉള്ള ഒരു പ്രോസസ്സാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, like evaluate each candidate's certifications, their experience, their qualification, their previous achievements, and everything to know and to learn who might be a perfect match. അതാണ് ഈ പറയുന്ന സ്ക്രീനിങ്ങിൽ നമ്മൾ പറയുന്നത്. നമുക്ക് കിട്ടിയ ആപ്ലിക്കേഷൻസിൽ നിന്ന് ആരാണ് ഏറ്റവും ബെസ്റ്റ് ആൻഡ് സ്യൂട്ടബിൾ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കുക. And nowadays most of the recruiters and companies are using ATS, ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇതിപ്പോൾ നമ്മൾ കൂടുതലും കമ്പനീസ് ഒക്കെ യൂസ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് ATS എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺലി വി ക്യാൻ സീ ഇൻ ലിങ്ക്ഡിൻ, ബിക്കോസ് നമ്മൾ റിക്രൂട്ടേഴ്സ് ആയിട്ടിരിക്കുന്ന ആളുകൾക്കറിയാം, നമ്മൾ ചില കോഡ്സ് ആൻഡ് കുറച്ച് ഹാഷ്ടാഗ്സ്, കുറച്ച് കോഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ലിങ്ക്ഡിൻ ത്രൂ പ്രൊഫൈൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾക്ക് വേണ്ടുന്ന ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഒരു കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട് എ പെർട്ടിക്കുലർ പ്രൊഫൈൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതാണ് ATS എന്ന് പറയുന്നത്. അത് ഈ സ്ക്രീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ATS. സോ കീപ് ഇൻ യുവർ മൈൻഡ്, whenever you go for an interview, if you get this word ATS means പറയുക ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാൻ ചില കീവേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ആപ്ലിക്കേഷൻസ് ട്രാക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ATS എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ആർ ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് സ്റ്റേജ്, ഇൻ്റർവ്യൂ ആൻഡ് സെലക്ഷൻ. ഇതിനു മുമ്പ് ഇൻ്റർവ്യൂ എന്താണ്, ഇൻ്റർവ്യൂവിൻ്റെ ബേസിക്സ് എങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ നമുക്കിനി ഇൻ്റർവ്യൂ, അതിൻ്റെ സെലക്ഷൻ ഇതിനെ പറ്റി കൂടുതലൊന്ന് നോക്കാം. അത് either വുഡ് ബി ബൈ വെർച്വലി ഓർ ഇൻ പേഴ്സൺ. അത് ചിലപ്പോൾ ഓൺലൈൻ ത്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ പേഴ്സൺ നേരിട്ടുള്ളതായിരിക്കും. ഓൾറൈറ്റ്, സോ ഇൻ ദിസ് ഇൻ്റർവ്യൂ മാനേജേഴ്സും കാൻഡിഡേറ്റ്സും തമ്മിൽ മീറ്റ് ചെയ്യുന്നു. ആൻഡ് ദ മാനേജേഴ്സ് വിൽ ആസ്ക് സം ക്വസ്റ്റ്യൻസ് ടു നോ അബൌട്ട് are they culturally and experience wise are they fit with the company and the job or not എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഓൾസോ ഇൻ ദിസ് ഇൻ്റർവ്യൂ ദ ക്വസ്റ്റ്യൻസ് മേ വാരി ടു നോ ഹൗ ദേ റെസ്പോണ്ട് ടു ദ സ്ട്രെസ്, അവരെങ്ങനെ സ്ട്രെസ്സിനോട് റെസ്പോണ്ട് ചെയ്യുന്നു, ആൻഡ് ടു അനലൈസ് ഓർ ടു ലേൺ ഹൗ ദേ ആക്ട് ആസ് എ ടീം മെമ്പർ എന്നുള്ളത് അറിയുന്നു. ആൻഡ് മോർ ദാൻ ദാറ്റ്, ഇതിനേക്കാളൊക്കെ മേലെ അവർ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ to know how and what the candidate is looking for in an employer. ഒരു എംപ്ലോയറിൽ അവർ എന്തൊക്കെയാണ് കാണുന്നത്, ഒരു എംപ്ലോയറിൻ്റെ what are the requirement of the candidates in that employer എന്നുള്ളതും കൂടി ഇവർ ശ്രദ്ധിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇൻ്റർവ്യൂവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന പ്രോസസ്സ്. ലീവ് ഇറ്റ്, അതൊക്കെയാണ് ഇതിൽ വരുന്ന പ്രോസസ്സ്. ദെൻ സെലക്ഷൻ, അടുത്ത സ്റ്റേജാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ ദിസ് ഇൻ്റർവ്യൂ ദേ വിൽ ഫൈനലൈസ് ആൻഡ് ചൂസ് ആൻ എംപ്ലോയി. ഇതാണ് നമ്മളുടെ എംപ്ലോയി എന്നുള്ളത് അവർ ചൂസ് ചെയ്യുന്നു. So our sixth step in the process of recruitment is job offer and onboarding. At this stage, officially offering your preferred candidate the position. നമ്മൾ ചൂസ് ചെയ്ത
നമ്മളുടെ പ്രിഫേർഡ് കാൻഡിഡേറ്റിന് ഒഫീഷ്യലി ആ പൊസിഷൻ ഓഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ജോബ് ഓഫർ ആൻഡ് ഓൺബോർഡിങ്ങിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ജോബ് ഓഫർ എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് അവരുടെ ജോയിനിങ് ഡേറ്റ് ആൻഡ് ദ ഡേറ്റ് ടു ബി സൈൻഡ് വിത്തിൻ ദിസ് പീരീഡ് എന്നുള്ളതിൽ മസ്റ്റായിട്ട് കാണും. നമ്മൾ അതിൽ എത്ര ദിവസത്തിനകം ജോബ് ഓഫർ നമ്മൾ സൈൻ ചെയ്തിരിക്കണം ആൻഡ് എന്ന് നമ്മൾ ജോബിൽ ജോയിൻ ചെയ്തിരിക്കണം, വർക്കിംഗ് അവേഴ്സ് ആൻഡ് ദ റെസ്പോൺസിബിലിറ്റീസ്, JD, job description. So all these things we can see in the job offer letter. And if we get the job through any recruitment agency or other sources, അങ്ങനെയാണെങ്കിൽ we will not get the job offer letter at the same time directly from the company. No, we will not get. അങ്ങനെ കിട്ടത്തില്ല. നമ്മൾ വേറൊരു ഏജൻസി ത്രൂ ആണ് ഈ ജോബ് കിട്ടിയതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കമ്പനി ഈ ഏജൻസിക്കായിരിക്കും ഈ ലെറ്റർ ഫോർവേഡ് ചെയ്യുന്നത് ആൻഡ് ലെറ്റർ കിട്ടുന്നത് നമുക്ക് ത്രൂ ദ ഏജൻസി ആയിരിക്കും. അപ്പോഴും കണ്ടന്റ് ആൻഡ് എവറിത്തിങ് ഓഫ് ദ ജോബ് ഓഫേഴ്സ് വിൽ ബി സെയിം. Alright, so ഇതിൽ വരുന്ന സെക്കൻഡ് പോയിന്റ് ആണ് ഓൺബോർഡിംഗ്. ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് ഇവാലുവേഷൻ ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്. നമ്മൾ കണ്ടക്ട് ചെയ്ത ആ റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഒരു അനാലിസിസ് ആണ് ടു നോ ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്നുള്ളതാണ് അതിൽ പറയുന്നത് റിക്രൂട്ട്മെന്റ്. ഓക്കെ, so here we can say by closely examining the process of recruitment you can determine your satisfaction with the candidate you recruited for the designation, and also you can see the cost which incurred for the recruitment process, also the time which you have invested in this process, and also you can decide how you can make it more improved and better in future for this process. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ നടത്തിയ ആ റിക്രൂട്ട്മെൻറ്റിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത നമ്മളുടെ ആ കാൻഡിഡേറ്റിൽ നമ്മൾ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ്, നമ്പർ 1. നമ്പർ 2, അതിന് നമ്മൾക്ക് എത്ര ടൈം എടുത്തു, എത്ര നാൾ കൊണ്ടാണ് നമ്മൾ അയാളെ ഫൈൻഡ് ഔട്ട് ചെയ്തത്, അതേപോലെ തന്നെ അതിന് എത്ര കോസ്റ്റ് ചിലവായി. പിന്നെ ഇപ്പം ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നെക്സ്റ്റ് റിക്വയർമെൻറ്റ് ഡെഫിനറ്റ്ലി വിൽ ഒക്കർ, നമുക്ക് കിട്ടും. ആ റിക്വയർമെൻറ്റ് വരുമ്പോൾ, പുതിയ ഒരു ജോബ് റിക്വയർമെൻറ്റ് വരുമ്പോൾ അതിനെ എങ്ങനെ റിക്രൂട്ട് ചെയ്യണം, ഇതെല്ലാം ഈ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് എത്ര നല്ലോണം എങ്ങനെ ചെയ്യാം, ബെറ്ററായിട്ട് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്കിതിൽ പഠിച്ച് തീരുമാനിക്കാൻ പറ്റും. അതൊക്കെയാണ് ഈ ഇവാലുവേഷൻ പ്രോസസ്സിൽ നമ്മൾ മെയിനായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ. റൈറ്റ്, സോ ഐ ബിലീവ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് പ്രോസസ്. സോ ഇതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒന്നും കൂടെ കാണാൻ പോകുന്നത്. Okay, so I believe you all understand the topic of recruitment and the process. If you have any doubts and queries, എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ കൂടുതൽ എന്നെ അറിയിക്കാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ തെറ്റുകുറ്റങ്ങളും ഞാൻ ഇതിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് എന്നെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചേക്കുക. ആൻഡ് ഓൾസോ ദ ഇമ്പോർട്ടൻറ്റ് തിങ്, ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ ആൻഡ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. അതേപോലെ തന്നെ എൻ്റെ പേജ് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ so we can see with the next other video. Thank you so much.